അതെ. അഖണ്ഡജ്യോതി, മാർച്ച് 1943. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈയൊരു അന്വേഷണം 1943 മാർച്ചിലെ അഖണ്ഡജ്യോതി മാസികയുടെ താളുകളിലൂടെയാണ്. അതെ. നിങ്ങൾ പങ്കുവച്ച ഈ പഴയ മാസിക ശരിക്കുമൊരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ ചിന്തകൾ, ഉപദേശങ്ങൾ. തീർച്ചയായും. അപ്പോ ആ കാലത്തെ ആത്മീയവും സാമൂഹികവുമായ കാഴ്ചപ്പാടുകളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് തുടങ്ങാം, അല്ലേ? തുടങ്ങാം. ഇതൊരു എന്താ പറയാ, ഒരു ടൈം ക്യാപ്സ്യൂൾ പോലെയാണ്. 80 വർഷം മുൻപത്തെ ലോകം. ശരിയാണ്. ഇതിലെ ഓരോ ലേഖനവും അന്നത്തെ ജീവിതത്തെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. വിശ്വാസം, സ്വഭാവം എങ്ങനെ രൂപപ്പെടുത്തണം, എന്താണ് നമ്മുടെ കടമ, ദുഃഖത്തെ എങ്ങനെ കാണണം, അങ്ങനെ ഒരുപാട്. അതെ അതെ. നമുക്ക് ഓരോന്നായിട്ട് ശ്രദ്ധിച്ചൊന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ആദ്യത്തെ പേജിൽ തന്നെ ശ്രീ ജ്വാലാപ്രസാദ് ജ്യോതിഷിയുടെ ഒരു കവിതയാണ് ഉൾജൻ കി ഘടി. ഹാ, ഏകദേശം ആശയക്കുഴപ്പത്തിന്റെ ഒരു സമയമെന്നൊക്കെ പറയാമല്ലേ? എന്താണ് ഈ കവിത പ്രധാനമായും പറയുന്നത്? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ആന്തരിക സംഘർഷണാണ് ഇതിന്റെ കാതൽ. സംഘർഷം. അതെ. അതായത് കവിക്ക് ഈശ്വരവിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്. പക്ഷെ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണുന്നു. ഭക്തന്മാർ തന്നെ കഷ്ടപ്പെടുന്നു, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു, അങ്ങനത്തെ ചിന്തകൾ. ഓ. ക്ഷേത്രം കൊള്ളയടിക്കുന്നു, ദാഹിച്ചു വലയുന്നവർ. ഇതൊക്കെ ഒരു പക്ഷേ അന്നത്തെ സമൂഹത്തിന്റെ നേർക്കാഴ്ച കൂടിയാവാം. വിശ്വാസവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വടംവലി. അതാണ് കവി അവതരിപ്പിക്കുന്നത്. മനസ്സിലായി. ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്ന് നേരെ രണ്ടാം പേജിലേക്ക് വരുമ്പോൾ ഈശ്വർ കി ഭക്തി. അതെ. യഥാർത്ഥ ഈശ്വരഭക്തിയെക്കുറിച്ച് പറയുന്നു. ഇത് ആ കവിതയിലെ സംശയങ്ങൾക്കുള്ളൊരു മറുപടി പോലെയാണോ? ഒരു തരത്തിൽ അങ്ങനെ കാണാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ ഭക്തി കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഉലയില്ല. ആ, പ്രാർത്ഥനയ്ക്ക് ഉടനടി ഫലം കണ്ടില്ലെന്നും വരും, എന്നാലും വിശ്വാസം കൈവിടരുത്. മഴ പെയ്തില്ലെങ്കിലും ഒരു കൃഷിക്കാരൻ നിലമുഴുതുകൊണ്ടേയിരിക്കില്ലേ? അതുപോലെ. ശരിയാണ്. ഈശ്വരന്റെ കാരുണ്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകണം, പ്രത്യക്ഷത്തിൽ തെളിവൊന്നും കണ്ടില്ലെങ്കിലും. ഭക്തി എന്ന് പറയുന്നത് എന്തെങ്കിലും നേടാൻ വേണ്ടി മാത്രമുള്ളതല്ല. അല്ല. അത് മനസ്സിന് ശാന്തി തരും, ഏകാഗ്രത കൂട്ടും, ജീവിതത്തിൽ ഒരു സ്ഥിരത നൽകും. അതാണ് പ്രധാനം. അപ്പോ തൊട്ടുമുമ്പത്തെ കവിതയിലെ ആ ഒരു ഉൾജൻ അഥവാ ആശയക്കുഴപ്പത്തിന് ഒരു സമാധാനം നൽകാൻ ശ്രമിക്കുകയാണ് ഈ ലേഖനം. അതെ അതെ. ഇനി മൂന്നാം പേജിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ബ്രഹ്മ കൈസാ ഹെ, അതായത് ബ്രഹ്മം എങ്ങനെയുള്ളതാണ് എന്നൊരു ചോദ്യം. മഹാത്മാ ശാന്താനന്ദജി മഹാരാജിൻ്റെതാണ്. മറ്റൊന്ന് ക്ഷേത്രദർശനത്തെക്കുറിച്ചും പറയുന്നു. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. രണ്ടും ഊന്നൽ കൊടുക്കുന്നത് പുറമേ കാണുന്നതിലല്ല, അകട്ടുള്ള അനുഭവത്തിലാണ്. ആന്തരികമായ അനുഭവത്തിൽ. അതെ. ബ്രഹ്മ കൈസാഹെ എന്ന ഭാഗത്ത് പറയുന്നത് വേദങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ ബ്രഹ്മത്തെപ്പറ്റി ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. യഥാർത്ഥ അറിവ് കിട്ടണമെങ്കിൽ സ്വയം അനുഭവിക്കണം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതിനെയൊക്കെ ശുദ്ധീകരിച്ച് ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു തലത്തിലേക്ക് എത്തണം. ശരി. അതുപോലെ തന്നെയാണ് ക്ഷേത്രദർശനത്തിന്റെ കാര്യവും. വെറുതെ പോയി തൊഴുതു മടങ്ങുന്നതിലല്ല കാര്യം. മനസ്സ് എത്രത്തോളം ഏകാഗ്രമാണ്, ഭക്തി എത്രത്തോളമുണ്ട് എന്നതിലാണ്. ഒരു യഥാർത്ഥ ഭക്തന് ലോകത്തെവിടെയായിരുന്നാലും മനസ്സുകൊണ്ട് ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റും. അതാണ് പ്രധാനം. അതായത് അറിവും അനുഭവവും പിന്നെ ബാഹ്യമായ ആചാരവും ആന്തരികമായ ഭക്തിയും, ഇതിനൊക്കെയാണ് പ്രാധാന്യമെന്ന്. അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഓക്കെ. ഇനി 4ാമത്തെ പേജിലേക്ക് വരാം. ദുഃഖക്കെ താത്വിക് ഖോജ്, ദുഃഖത്തിന്റെ യഥാർത്ഥ കാരണം തേടിയുള്ള ഒരു അന്വേഷണം. പണ്ഡിറ്റ് ഭോലാനാഥ ശർമ്മയാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നമ്മുടെയൊക്കെ ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും കാരണം പുറത്തുള്ള സംഭവങ്ങളോ വ്യക്തികളോ ഒന്നുമല്ല. അല്ലേ? പിന്നെയോ? കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ അറിവില്ലായ്മ, തെറ്റായ ധാരണകൾ, ചില മോശം ശീലങ്ങൾ, ഇതൊക്കെയാണ് യഥാർത്ഥ വില്ലന്മാർ. ഓഹോ. അപ്പോ യഥാർത്ഥ സന്തോഷം കിട്ടണമെങ്കിൽ പുറത്ത് പരതിയിട്ട് കാര്യമില്ല. ഉള്ളിലെ ഈ പ്രശ്നങ്ങളെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. ശരി ശരി. ഗൗതമബുദ്ധനും ഗുരുനാനാക്കുമൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയിട്ടും അവർക്കെങ്ങനെ ആന്തരികമായ ശാന്തി നിലനിർത്താൻ കഴിഞ്ഞു? ഈ ഒരു ആശയം വെച്ചാണ് ലേഖനം അത് വിശദീകരിക്കുന്നത്. അപ്പോ പ്രശ്നമകത്താണ്, പരിഹാരവും അകത്തുതന്നെ കണ്ടെത്തണം. അതെ. ഈയൊരു ചിന്ത അടുത്ത ലേഖനമായ
ജൂഢാ വൈരാഗ്യവുമായി ചേർത്തു വായിക്കാമല്ലോ. ശ്രീ സ്വാമി ശിവാനന്ദജി സരസ്വതിയുടെയാണ്. കപട സന്യാസം എന്ന് പറയാമല്ലേ? തീർച്ചയായും വളരെ ബന്ധമുണ്ട്. ഇവിടെയും പറയുന്നത് അതുതന്നെയാണ്. പുറമേ കാണിക്കുന്ന കോപ്രായങ്ങളല്ല പ്രധാനം, ഉള്ളിലെ അവസ്ഥയാണ്. ലോകവും കുടുംബവുമെല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയിരിക്കുന്നത് മാത്രമല്ല യഥാർത്ഥ വൈരാഗ്യം. അല്ല. യഥാർത്ഥ വൈരാഗി ആരാണെന്ന് വെച്ചാൽ അയാളെ ലോകത്തിൽ തന്നെ ജീവിക്കും, തന്റെ ജോലികൾ ചെയ്യും, കടമകൾ നിറവേറ്റും. പക്ഷേ അതിന്റെ ഫലങ്ങളിലോ നേട്ടങ്ങളിലോ ഒട്ടിപ്പിടിക്കില്ല. ഒരഹംഭാവം കാണിക്കില്ല. മാനസികമായി ഇതിൽ നിന്നൊക്കെ ഒരു അകലം പാലിക്കും. അതാണ് യഥാർത്ഥ വൈരാഗ്യം. അപ്പൊ ഈ കപട സന്യാസം എന്ന് പറയുന്നതോ? അത് പലപ്പോഴും ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ളൊരു എളുപ്പവഴിയാണ്. യഥാർത്ഥ ത്യാഗമെന്ന് പറയുന്നത് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. നിസ്വാർത്ഥ കർമ്മം. അതാണ് സ്വാമിജി വ്യക്തമാക്കുന്നത്. വീണ്ടും അതേ ആശയം. പ്രധാനം പുറംമോടിയല്ല, ഉള്ളിലെ ആ ഒരു മനോഭാവമാണ്. അതെ. ഇനി 6-ാം പേജിലേക്ക് വന്നാൽ 2 ലേഖനങ്ങൾ. ഒന്ന് മഹാത്മാ സുഖ്ദേവ് ജിയുടെ സബ്സെ ബഡി ദൗലത്ത്, അതായത് ഏറ്റവും വലിയ സമ്പത്ത്. മറ്റൊന്ന് മഹാത്മാഗാന്ധിയുടെ ബ്രഹ്മചര്യപാലൻ. എന്താണ് ഇവയുടെ പ്രധാന ആശയങ്ങൾ? ഏറ്റവും വലിയ സമ്പത്ത് എന്ന ലേഖനം പറയുന്നത് നമ്മുടെ യഥാർത്ഥ ധനമെന്ന് പറയുന്നത് പണമോ സ്വർണമോ വസ്തുവകകളോ ഒന്നുമല്ല. അല്ല, പിന്നെയോ? അത് നമ്മുടെ നല്ല സ്വഭാവമാണ്. സത്യസന്ധത, വിനയം, ദയ, ക്ഷമ, ഈ ഗുണങ്ങളാണ് ശരിക്കും നിലനിൽക്കുന്ന സമ്പത്ത്. ശരിയാണ്. ഭൗതിക സമ്പത്തൊക്കെ ഇന്നു വരും, നാളെ പോകും. പക്ഷെ നല്ല സ്വഭാവം എപ്പോഴും കൂടെയുണ്ടാകും. അത് ശരിയാണ്. ഇനി ഗാന്ധിജിയുടെ ലേഖനമോ? ബ്രഹ്മചര്യപാലനം. ഗാന്ധിജിയുടെ ബ്രഹ്മചര്യം എന്ന ആശയം കേവലം ശാരീരികമായ ഒതുക്കത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒരു ശുദ്ധി പാലിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിന് പ്രാർത്ഥന, നല്ല ചിന്തകൾ, സത്സംഗം അഥവാ നല്ല കൂട്ടുകെട്ട് ഇതൊക്കെ സഹായിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിനെ ശുദ്ധീകരിക്കണം. അപ്പോ സദ്ഗുണങ്ങളും ആത്മനിയമരണവും രണ്ടും ഒരുമിച്ചു പോകുന്നു. അതെ, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി 7-ാം പേജിൽ ശ്രീ പ്രകാശ് ചന്ദ്രജിയുടെ ആത്മവത് സർവഭൂതേഷു. ഗീതയിലെ വളരെ പ്രശസ്തമായൊരു വാക്യമാണല്ലോ അത്. അതെ. എല്ലാ ജീവികളെയും തന്നെപ്പോലെ കാണുക. അതോടൊപ്പം ജീവിതയാത്രയെക്കുറിച്ചുള്ള ഒരു ചിന്തയും പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണിതിലെ പ്രധാന കാഴ്ചപ്പാടുകൾ? ആത്മവത് സർവഭൂതേഷു എന്ന തത്വം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ഈശ്വര ചൈതന്യമാണ്. ശരി. അപ്പോ എല്ലാത്തിനോടും സ്നേഹത്തോടെ, അനുകമ്പയോടെ പെരുമാറണം. നമ്മൾ വേറെ, മറ്റുള്ളവർ വേറെ എന്ന ചിന്ത പാടില്ല. ഒരാളെ വേദനിപ്പിക്കുന്നത് നമ്മളെ തന്നെ വേദനിപ്പിക്കുന്നത് പോലെയാണ് എന്നൊരു തിരിച്ചറിവ്. ശരിയാണ്. പിന്നെ ആ ജീവിതയാത്രയെ ഒരു തീവണ്ടി യാത്രയോട് ഉപമിക്കുന്നത് രസകരമായ ഒരു ഭാഗമാണ്. അതെ അതെ. പലരും ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ യാത്രയിലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, സീറ്റു ശരിയല്ല, ചൂടുണ്ട് എന്നൊക്കെ പരാതി പറഞ്ഞ സമയം കളയും. അതുപോലെയാണ് ജീവിതത്തിലും. വലിയ ലക്ഷ്യം മറന്ന് ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നു. നമ്മുടെ പ്രവർത്തികൾ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണമെന്നും ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ എല്ലാ ജീവികളെയും തന്നെപ്പോലെ കാണുക എന്ന ഒറ്റ ആശയം മതിയല്ലേ ലോകത്തിലെ പല പ്രശ്നങ്ങളും ഇല്ലാതാകാൻ? തീർച്ചയായും. ഇനി 8-ാം പേജിലെ കഠിനാധ്വാനത്തെക്കുറിച്ചും ഒരു കഥയുടെ സാരത്തെക്കുറിച്ചുമാണ്. പ്രിൻസിപ്പൽ ശ്രീ കാശിനാഥ് പ്രസാദിന്റെ പരിശ്രം കെ ദോ പെഹലു, കഠിനാധ്വാനത്തിന്റെ 2 മുഖങ്ങൾ. പിന്നെ നാരായണ കഥാ കാ നിഷ്കർഷ്, നാരായണ കഥയുടെ സാരം. ആഹാ. പരിശ്രം കെ ദോ പെഹലുവില് പറയുന്നത് അധ്വാനം 2 തരമുണ്ട്. ഒന്ന് ശാരീരികം, മറ്റേത് മാനസികം. ശരി. നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ശരീരത്തിന് വ്യായാമം, അധ്വാനം ഒക്കെ വേണം. അതുപോലെ ബുദ്ധി വികസിക്കാനും അറിവു നേടാനും ചിന്ത, പഠനം പോലുള്ള മാനസിക അധ്വാനവും വേണം. രണ്ടും വേണം. അതെ, രണ്ടും ഒരുപോലെ പ്രധാനമാണ്. ഒന്നു മാത്രമായാൽ പോരാ. ഒരു പൂർണ്ണമായ വികാസത്തിന് രണ്ടും കൂടിയേ തീരൂ. ഓക്കെ. മറ്റേ ഭാഗമോ? നാരായണ കഥയുടെ സാരം. അത് മഹാഭാരതത്തിലെ ഒരു സന്ദർഭം ഓർമ്മിപ്പിക്കുകയാണ്. ഭീഷ്മർ അമ്പുകളുടെ ശയ്യയിൽ കിടക്കുന്നതും അർജുനന്റെ ലക്ഷ്യബോധവും ഏകാഗ്രതയുമൊക്കെ. ഇതിലൂടെ ഭക്തി, സ്ഥിരോത്സാഹം, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക,
ഈ ഗുണങ്ങളുടെയൊക്കെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത്. ശാരീരികവും മാനസികവുമായ അധ്വാനം, പിന്നെ ലക്ഷ്യബോധവും. ഇത് അടുത്ത പേജിലെ വിഷയങ്ങളുമായി നന്നായി ചേരുന്നുണ്ട്. 9-ാം പേജിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആരോഗ്യത്തെയും വ്യായാമത്തെയും കുറിച്ചുള്ള ചില ചിന്തകൾ. ഒരുപക്ഷെ ജയിലിൽ വെച്ചെഴുതിയതാവാം. അതെ, 1942 ജയിൽ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ്. ആവശ്യകതയെക്കുറിച്ചൊരു ആഹ്വാനവുമുണ്ട് ശ്രീ സ്വാമി സ്വതന്ത്രാനന്ദജിയുടെ. ഇത് അക്ഷരാർത്ഥത്തിൽ പട്ടാളക്കാരെക്കുറിച്ചാണോ? അല്ല, നെഹ്റുവിന്റെ ലേഖനം പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എന്നാണ്. ലളിതമായ ഭക്ഷണം കഴിക്കുക, ചിട്ടയായി വ്യായാമം ചെയ്യുക, വായന പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് മനസ്സിനെ സജീവമാക്കുക, ഇതൊക്കെ പ്രധാനമാണ്. ശരി. ഇനി സ്വാമി സ്വതന്ത്രാനന്ദജിയുടെ സൈനികരുടെ ആവശ്യകത. അത് രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന സൈനികരെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. പിന്നെയോ? സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായ ശക്തിയും ധൈര്യവുമുള്ള വ്യക്തികളെയാണ് അദ്ദേഹം സൈനികർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായി. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടാനും നാടിനെ ഉയർത്താനും ഇങ്ങനെയുള്ള സൈനികർ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ധാർമ്മിക ബലമുള്ളവർ. അപ്പോ ആരോഗ്യമുള്ള ശരീരവും മനസ്സും അതോടൊപ്പം സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവവും. അതെ. ഇത് 10-ാം പേജിലെ ആശയങ്ങളുമായി എങ്ങനെയാണ് ബന്ധപ്പെടുത്താവുന്നത്? ഇവിടെ 2 ലേഖനങ്ങളുണ്ട്. ഹിന്ദുധർമ്മ രാഷ്ട്രധർമ്മ ഹേ എന്നും സത്യസേ മുഖ് മോഡന, അതായത് സത്യത്തിൽ നിന്നും മുഖം തിരിക്കുന്നതും. ഇവ കുറച്ചുകൂടി ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണല്ലേ? തീർച്ചയായും. നമ്മളിവിടെ ചെയ്യുന്നത് ഈ സ്രോതസ്സിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ കാഴ്ചപ്പാടുകൾ നിഷ്പക്ഷമായി അവതരിപ്പിക്കുക എന്നത് മാത്രമാണ്. അതെ, അത് വളരെ പ്രധാനമാണ്. നമ്മൾ നമ്മുടെ അഭിപ്രായമല്ല പറയുന്നത്. ഹിന്ദുധർമ്മ രാഷ്ട്രധർമ്മ ഹേ എന്ന ലേഖനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഹിന്ദുധർമ്മം എന്നത് ഒരു പ്രത്യേക മതം എന്നതിലുപരി ഭാരതത്തിൽ വളർന്നു വന്ന ഒരു ജീവിത രീതിയാണ്, ഒരു സംസ്കാരമാണ്. അതിൽ പലതരം ചിന്താധാരകളുണ്ട്. ആര്യന്മാരുടേത്, ശൈവരുടേത്, വൈഷ്ണവരുടേത്, അങ്ങനെ പലതും. ഇതെല്ലാം ചേർന്ന് ഈ ഒരു ജീവിത രീതി രാജ്യത്തിന്റെ ഒരു ദേശീയ സ്വത്വത്തിന് അടിസ്ഥാനമാണെന്നാണ് ലേഖകൻ വാദിക്കുന്നത്. ഇത് 1943 ഒരു ലേഖനത്തിലെ കാഴ്ചപ്പാടാണ് എന്ന് നമ്മൾ ഓർക്കണം. തീർച്ചയായും. അടുത്ത ഭാഗമോ? സത്യത്തിൽ നിന്ന് മുഖം തിരിക്കുന്നത്. അത് പറയുന്നത് കള്ളം പറയുന്നതും സത്യം മറച്ചുവെക്കുന്നതും തൽക്കാലത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഗുണമോ സുഖമോ തന്നേക്കാം, പക്ഷേ അവസാനം അത് നാശത്തിലേക്ക് കൊണ്ടെത്തുക്കൂ. സത്യം പറയുന്നത് ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കാം, വേദനിപ്പിച്ചേക്കാം, പക്ഷേ ആത്യന്തികമായി ശാശ്വതമായ സമാധാനത്തിലേക്ക് നയിക്കുന്നത് സത്യം മാത്രമാണ്. സത്യം, ധർമ്മം, ഈ ആശയങ്ങൾ വീണ്ടും വരുന്നു. 11-ാം പേജിലേക്ക് വരുമ്പോൾ അന്തിം സമയേക്ക് സംസ്മരൺ, ചില മഹത് വ്യക്തികളുടെ അവസാന നിമിഷങ്ങളിലെ ഓർമ്മക്കുറിപ്പുകളാണ്. അതെ. സോക്രട്ടീസ്, യേശു, ഫാദർ ഡാമിയൻ, ഇവരുടെയൊക്കെ മരണത്തെ അഭിമുഖീകരിച്ച രീതിയെക്കുറിച്ച് പറയുന്നു. എന്ത് പാഠമാണ് ഈ ഓർമ്മക്കുറിപ്പുകൾ നമുക്ക് നൽകുന്നത്? ഇതിലെ പ്രധാന ആശയം നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത് അത് നമ്മുടെ മരണത്തെ സ്വാധീനിക്കുമെന്നതാണ്. സോക്രട്ടീസ് വിഷം കുടിക്കുമ്പോഴും ധൈര്യം കൈവിട്ടില്ല. യേശു തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിച്ചു. കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ച ഫാദർ ഡാമിയൻ ആ രോഗം വന്നപ്പോൾ ശാന്തനായി അതിനെ സ്വീകരിച്ചു. ഇവരുടെയൊക്കെ ജീവിതത്തിലെ നിലപാടുകളും മൂല്യങ്ങളുമാണ് ആ അവസാന നിമിഷങ്ങളിലും അവർക്ക് ശക്തി നൽകിയത്. മരണസമയത്തെ നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ ചിന്തകൾ, ഇവയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ടെന്നും ഈ കഥകൾ പറയുന്നു. ജീവിതവും മരണവും തമ്മിലുള്ള ആ ഒരു ബന്ധം. അതെ. ഇനി 12-ാം പേജിൽ ധർമ്മശാസ്ത്രോം കെ പ്രവചൻ, വിവിധ മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉപദേശങ്ങൾ, വേദങ്ങൾ, ഖുറാൻ, ബൈബിൾ, ഇതിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവയിലെല്ലാം പൊതുവായി കാണുന്ന സന്ദേശം? അടിസ്ഥാനപരമായി നോക്കിയാൽ എല്ലാ ഗ്രന്ഥങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യാനും ധാർമ്മികമായി ജീവിക്കാനുമാണ് പറയുന്നത്. അതെ. വേദങ്ങളിൽ ഇവിടെ അഥർവവേദം ഉദ്ധരിച്ചിരിക്കുന്നു. മാതാപിതാക്കളോടും ബന്ധുക്കളോടുമൊക്കെ ദയ കാണിക്കണം, സ്നേഹത്തോടെ പെരുമാറണം, സത്യം പറയണം, കഠിനവാക്കുകൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നു. ശരി. ഖുറാനിൽ പറയുന്നത് കൊടുത്ത വാക്ക് പാലിക്കണം, അഹങ്കാരം പാടില്ല, കച്ചവടത്തിൽ സത്യസന്ധത വേണം, ദേഷ്യം നിയന്ത്രിക്കണം, പിന്നെ നമസ്കാരം, സക്കാത്ത്, നോമ്പ് പോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ്. ബൈബിളിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാനും പുറമേ മാത്രം ഭക്തി നടിക്കുന്നതിനെതിരെയും പറയുന്നുണ്ട്. അപ്പോ പേരുകളും ആചാരങ്ങളും വ്യത്യസ്തമായിരിക്കാം, പക്ഷേ
പക്ഷേ സത്യം, ദയ, മറ്റുള്ളവരെ ബഹുമാനിക്കൽ, ആത്മനിയന്ത്രണം, ഈശ്വരഭക്തി, ഈ അടിസ്ഥാന മൂല്യങ്ങളെല്ലാറ്റിലും ഒരുപോലെ കാണാൻ പറ്റും. എല്ലാ മതങ്ങളും ഒരേ മാനുഷിക മൂല്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പറയാം. ഒരു പരിധിവരെ അതെ. 13-ാം പേജിൽ ഭഗവാൻ ബുദ്ധന്റെ ഉപദേശങ്ങളും സച്ചായിക്കോ സംജോ, സത്യം മനസ്സിലാക്കുക എന്നൊരു ഭാഗവുമാണുള്ളത്. ഇവ നൽകുന്ന ഉൾക്കാഴ്ചകൾ എന്തൊക്കെയാണ്? ബുദ്ധന്റെ ഉപദേശങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം നശ്വരമാണ്, അതുകൊണ്ട് ഈ കിട്ടിയ സമയം കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യണം, ധർമ്മത്തിന്റെ വഴിയിൽ നടക്കണമെന്നാണ്. കോപം നിയന്ത്രിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക തുടങ്ങിയ കാര്യങ്ങളും പറയുന്നു. ഓക്കെ. സത്യം മനസ്സിലാക്കുക എന്ന ഭാഗത്ത് ചില ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ നദി കടന്ന ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തം കാൽപ്പാടുകൾ കാണുന്നു. അതുപോലെ ഒരു തോണിക്കാരന്റെ കഥയൊക്കെ. ഇതിലൂടെയൊക്കെ ഒരുപക്ഷെ കർമ്മഫലത്തെക്കുറിച്ചും ജീവിതമാകുന്ന ഈ നദി കടന്നുപോകാൻ നമുക്കൊരു വഴികാട്ടിയുടെ, അത് ഗുരുവോ ദൈവമോ ആകാം, സഹായം ആവശ്യമാണെന്നും സൂചിപ്പിക്കുന്നുണ്ടാവാം. കർമ്മഫലം, ഒരു മാർഗദർശിയുടെ ആവശ്യം. ശരി. ഇനി 14-ാം പേജിൽ വീണ്ടും സ്വഭാവരൂപീകരണത്തിന്റെ പ്രാധാന്യത്തിലേക്ക് വരുന്നു. അതെ. പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ ചരിത്രനിർമ്മാൺ, അതോടൊപ്പം ജെയിംസ് അലന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഏക് പൊക്കഡ് ഓർ ലഗൻ, ഒരു പിടിത്തവും സമർപ്പണവും എന്ന് പറയാം. എന്താണിവ നൽകുന്ന പ്രായോഗിക ഉപദേശം? പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യ പറയുന്നത് സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ. നല്ല സ്വഭാവമുണ്ടെങ്കിൽ വിജയവും ബഹുമാനവുമൊക്കെ താനേ വരും. ഇത് വെറുതെ ഉണ്ടാകുന്നതല്ല. നമ്മൾ ബോധപൂർവം നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിച്ച് വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. ശരി. മറ്റേ ലേഖനമോ? ഏക് പക്കഡ് ഓർ ലഖൻ പറയുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലെത്തണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന് പക്കഡ്, അതായത് ആ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക, ശ്രദ്ധ മാറാതിരിക്കുക. 2 ലഖൻ, അതായത് തളരാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചോണ്ടിരിക്കുക, സ്ഥിരോത്സാഹം, പരാജയപ്പെട്ടാലും പിന്മാറരുത്. അതിനെ വിജയത്തിലേക്കുള്ള ഒരു പടിയായി കാണണം. ഓക്കെ. അപ്പൊ രണ്ടും പറയുന്നത് പരിശ്രമത്തിലൂടെ സ്വയം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ്. അതെ, തീർച്ചയായും. ഈ ശ്രദ്ധയും സ്ഥിരോത്സാഹവും 15-ാം പേജിലെ വിഷയവുമായി നന്നായി യോജിക്കുന്നുണ്ട്. പാത്രതയ്ക്കനുസാർ വൈഭവ്, യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഐശ്വര്യം. രസകരമായ ഒരു തലക്കെട്ടാണ്. രാജാസാഗരന്റെയും ഭഗീരഥന്റെയും ഒക്കെ കഥ ഇതിൽ പറയുന്നുണ്ട്. എന്താണ് ഇതിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്? ഇവിടെ പറയുന്നത് ഒരാൾക്ക് എന്ത് ഐശ്വര്യം കിട്ടുന്നു എന്നത് അയാളുടെ യോഗ്യതയെ ആശ്രയിച്ചിരിക്കുമെന്നാണ്. യോഗ്യത. അതെ. ഭഗീരഥൻ എത്ര കഠിനമായി പ്രയത്നിച്ചു, എത്ര തപസ് ചെയ്തു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അപ്പോ യഥാർത്ഥ ഐശ്വര്യം എന്ന് പറയുന്നത് വെറും പണമോ സ്വർണമോ മാത്രമല്ല. അല്ല. അത് ഒരാളുടെ ഉള്ളിലെ ഗുണങ്ങൾ, നിശ്ചയദാർഢ്യം, അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ധാർമ്മികത, ഇതൊക്കെയാണ്. ഒരാൾ സ്വയം യോഗ്യത നേടിയാൽ അർഹിക്കുന്ന ഐശ്വര്യം അയാളെ തേടിവരും. അതാണ് ആശയം. യോഗ്യത നേടുക എന്നത് പ്രധാനം. ശരി. 16-ാം പേജിലേക്ക് വരുമ്പോ തുളസീദാസ രാമായണത്തിലെ പതിവ്രതധർമ്മത്തെക്കുറിച്ചുള്ളൊരു ഭാഗം. അതോടൊപ്പം കബീർദാസിന്റെ അപ്നെ അന്തർ, നിന്റെ ഉള്ളിൽ നോക്കൂ എന്ന ഉപദേശവും. ഇവ എന്താണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്? രാമായണത്തിലെ പതിവ്രതധർമ്മം എന്ന ഭാഗം അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് ഒരു ഭാര്യ ഭർത്താവിനോടും ഭർതൃഗൃഹത്തിലുള്ളവരോടും എങ്ങനെ പെരുമാറണം, ഭക്തി, വിനയം, ക്ഷമ തുടങ്ങിയ കടമകളെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. ഓക്കെ. കബീർദാസിന്റെ ഉപദേശമോ? അത് വീണ്ടും നമ്മെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നമ്മൾ ഈശ്വരനെ തേടി അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്നു. പക്ഷേ കബീർ പറയുന്നത് നിങ്ങൾ തേടുന്ന ആ ശക്തി പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോ പുറത്തന്വേഷിക്കുന്നതിന് പകരം സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കൂ, ആത്മപരിശോധന നടത്തൂ. അതാണ് പ്രധാനം. വീണ്ടും ആന്തരികമായ ഒരു അന്വേഷണത്തിന് പ്രാധാന്യം നൽകുന്നു. അതെ. ഇനി 17-ാം പേജ്. തലക്കെട്ട് തന്നെ വളരെ ആകർഷകമാണ്. പാപ് കാ ബാപ്പ്, പാവത്തിന്റെ പിതാവ്. ഇതൊരു കഥയിലൂടെയാണ് പറയുന്നത്. ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ കഥയിലെ പാപത്തിന്റെ പിതാവ്? ഇത് രസകരമായ ഒരു കഥയാണ്. ഒരു സംഘം ആളുകൾ ഒരു തെറ്റ് ചെയ്യുന്നു, ഒരു കൊലപാതകം. ശരി. ചെയ്യാൻ വേണ്ടി അവർക്ക് കൂടുതൽ പാപങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഈ കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അത്യാഗ്രഹം, ഭയം, സത്യം പുറത്തറിയുമോ എന്ന പേടി, പിന്നെ ചീത്ത കൂട്ടുകെട്ട്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പുതിയ പുതിയ പാപങ്ങൾക്ക് ജന്മം നൽകുന്ന പിതാക്കന്മാർ. കൊള്ളാം. ഒരു തെറ്റ് എങ്ങനെ തുടർതെറ്റുകളിലേക്ക് നയിക്കുന്നു? അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ആ ഒരു സൈക്കിൾ. വളരെ ചിന്തനീയമായൊരാശയം.
ഇനി നമ്മൾ അവസാന പേജിലേക്ക് എത്തുകയാണ്. 18-ാം പേജ്. ഇവിടെ നയേ വൃക്ഷ് ലഗാവോ, പുതിയ മരങ്ങൾ നടൂ എന്നൊരാഹ്വാനമുണ്ട്. ഉം, അതോടൊപ്പം സമ്പത്ത്, സന്തതി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ വേണ്ട ഗുണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചില ചിന്തകളും. പുതിയ മരങ്ങൾ നടുക എന്നത് അക്ഷരാർത്ഥത്തിലെടുക്കാം. പരിസ്ഥിതിക്കത് നല്ലതാണ്. ഓക്സിജൻ, ഈർപ്പം, അതിന്റെ ശാസ്ത്രീയ വശങ്ങളും പറയുന്നുണ്ട്. ശരി. അതോടൊപ്പം ഒരു ആലങ്കാരിക അർത്ഥവുമുണ്ട്. മരങ്ങൾ നടുന്നതുപോലെ നല്ല ഗുണങ്ങൾ, നല്ല ചിന്തകൾ, നല്ല ശീലങ്ങൾ ഒക്കെ നമ്മൾ വളർത്തിയെടുക്കണം, സമൂഹത്തിൽ നട്ടുപിടിപ്പിക്കണം. ആ, ശരിയാണ്. പിന്നെ ധനം, പുത്രൻ എന്നൊക്കെയുള്ള ഭാഗത്ത് പറയുന്നത് ഇവയുടെ എണ്ണത്തിലല്ല കാര്യം, ഗുണത്തിലാണ്. നല്ല സന്തതികൾ, നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ധനം, അതാണ് പ്രധാനം. അവസാനമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു. ക്ഷമ, സത്യസന്ധത, ധൈര്യം, ആത്മനിയന്ത്രണം, ഇതൊക്കെയുണ്ടെങ്കിൽ ഏതു ബുദ്ധിമുട്ടിനെയും തരണം ചെയ്യാം. മഹാഭാരതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിഷയങ്ങളിലൂടെ, ചിന്തകളിലൂടെ നമ്മൾ കടന്നുപോയി. 1943-ലെ ഈ അഖണ്ഡജ്യോതി മാസികയുടെ ഉള്ളടക്കം ശരിക്കും സമ്പന്നമാണ്. അതെ. വിശ്വാസം, ഭക്തി, എങ്ങനെ നല്ല സ്വഭാവം രൂപപ്പെടുത്താം, എന്താണ് സത്യം, നമ്മുടെ കടമകൾ, സാമൂഹികമായ ഉത്തരവാദിത്തം, പിന്നെ ഉള്ളിലേക്ക് നോക്കേണ്ടതിന്റെ പ്രാധാന്യം, അങ്ങനെ ജീവിതത്തിന്റെ മിക്കവാറും എല്ലാ വശങ്ങളെയും ഇത് സ്പർശിക്കുന്നുണ്ട്. തീർച്ചയായും. ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം, സമൂഹം എങ്ങനെ പുരോഗമിക്കണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള അന്നത്തെ കാലത്തെ കാഴ്ചപ്പാടുകൾ. അതെ, കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇതിലെ പല ചിന്തകളും നമുക്ക് ഇന്നും പ്രസക്തമായി തോന്നുന്നു, അല്ലേ? തീർച്ചയായും. ആന്തരികമായ ശക്തി നേടുന്നതിനെക്കുറിച്ചും ധാർമ്മികമായി ജീവിക്കുന്നതിനെക്കുറിച്ചും ജീവിതത്തിലൊരർത്ഥം കണ്ടെത്തുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള അന്വേഷണങ്ങൾ എക്കാലത്തും മനുഷ്യനുണ്ട്. ശരിയാണ്. അപ്പോ ഈ പഴയ താളുകളിലെ ആശയങ്ങൾ ഇന്ന് കേൾക്കുന്ന നിങ്ങളോട് എങ്ങനെയാണ് സംവദിക്കുന്നത്? ഇതിലെ ഏത് ചിന്തയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയത്? ഈ ഒരു വിശകലനത്തിൽ നിന്ന് ഒരു അവസാന ചിന്ത മനസ്സിലേക്ക് വരുന്നു. ഈ ലേഖനങ്ങളിലുടനീളം നമ്മൾ കണ്ട ആ ഒരു ആന്തരികമായ ശാന്തി, സ്വഭാവഗുണം ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറച്ചെങ്കിലും കൊണ്ടുവരാനായിട്ട് ഈ വരുന്ന ആഴ്ചയിൽ നിങ്ങൾക്ക് വളരെ ബോധപൂർവം ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം എന്തായിരിക്കും? ഒരുപക്ഷെ ദേഷ്യം വരുമ്പോൾ ഒന്ന് നിർത്തി ശ്വാസമെടുക്കുന്നത്, അല്ലെങ്കിൽ ദിവസവും ഒരു 5 മിനിറ്റ് വെറുതെ ശാന്തമായൊരിടത്ത്